ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ കൊയാലകളെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ വ്യാപക പ്രതിഷേധത്തിനാണ് ഇടവരുത്തിയത്. ഏപ്രിൽ മാസം തുടക്കത്തിലായിരുന്നു വിക്ടോറിയയിലെ ബുഡ്ജ്ബിംഗ് ദേശീയോദ്യാനത്തിൽ 700 കൊയാലകളെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് വെടിവെച്ചു കൊന്നത്. ഓസ്ട്രേലിയയിൽ കാട്ടുതീ ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയത്താണ് കൊയാലകളെ ഭീഷണി നേരിടുന്ന ജീവികളായി പ്രഖ്യാപിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഈ ജീവികളെ എന്തിനാണ് വെടിവെച്ചു കൊല്ലുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്നാൽ കൊയാലകളുടെ എണ്ണം പെരുകി അവ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനുകളെ നശിപ്പിക്കുന്നുവെന്നായിരുന്നു സർക്കാർ ന്യായം. കുഴിമടിയന്മാരായ ജീവികൾ ധാരാളമുണ്ട് ഭൂമിയിൽ. സ്ലോത്ത്, പാൻഡ തുടങ്ങിയ ഒട്ടേറെ ജീവികൾ നല്ല മടിയന്മാരാണ്. ലോകത്തിലെ ഏറ്റവും കുഴിമടിയൻ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പല ജന്തു വിദഗ്ധരും ആദ്യം തന്നെ പറയുക കൊയാലകളുടെ പേരാണ്. ദിവസത്തിൽ 18 മുതൽ 22 മണിക്കൂർ വരെയാണ് ഇവ ഉറങ്ങുന്നത്. ഉണർന്നിരിക്കുന്ന ചുരുക്കം മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാൻ മാത്രമായാണ് വിനിയോഗിക്കുക. തെക്ക് കിഴക്കൻ ഓസ്ട്രേലിയയിൽ സമൃദ്ധമായി യൂക്കാലി മരങ്ങൾ വളരുന്ന കാടുകളാണ് കൊയാലകളുടെ പ്രധാന താമസ സ്ഥലം. യൂക്കാലി മരക്കാമ്പുകളിൽ താമസിക്കുന്ന കൊയാലകളുടെ സ്ഥിരം ഭക്ഷണം യൂക്കാലി മരത്തിലെ ഇലകളാണ്. 1 കിലോ വരെ ഇലകൾ കൊയാല ഒറ്റ ദിവസം അകത്താക്കും. യൂക്കാലി ഇലകൾ ദഹിക്കാൻ പാടുള്ളതും പോഷകങ്ങൾ കുറഞ്ഞവയുമാണ്. ഇവയെ ദഹിപ്പിക്കാനായി ഒരുപാട് പണിയെടുക്കേണ്ടി വരും കൊയാലകളുടെ ദഹന വ്യവസ്ഥയ്ക്ക്. ഇതുമൂലമാണ് കൊയാലകൾ അധികം സമയവും കിടന്നുറങ്ങുന്നത്. ഇതിനാൽ തന്നെ താൻ താമസിക്കുന്ന മരം വിട്ട് അധിക ദൂരത്തേക്കൊന്നും പോകാൻ ഇവയ്ക്ക് താല്പര്യവുമില്ല. 2020 ഓസ്ട്രേലിയയിൽ സംഭവിച്ച കാട്ടുതീയിൽ 60,000 കൊയാലകൾ മരിച്ചെന്നാണ് കണക്ക്. മാർസുപ്പിയൽ അഥവാ സഞ്ചിമൃഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ. കണ്ടാൽ രോമാവൃതമായ ഓമനത്വമുള്ള രൂപവും തീരെ ചെറിയ തലച്ചോറുകളുമാണ് ഇവയ്ക്ക്. മനുഷ്യരുടെ എണ്ണത്തെക്കാൾ മൃഗങ്ങളുള്ള ഓസ്ട്രേലിയ വിചിത്രമായ മൃഗങ്ങളാലും സമ്പന്നമാണ്.